ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2018 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് എക്കോസ് ഓഫ് ഫിയർ. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ ഈ ഒരു പ്രേത ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് ഇരുട്ട് നിറഞ്ഞ മണ്ണിനടിയിലെ ഒരു തുരങ്കമാണ് നമ്മളെ കാണിക്കുന്നത്. അങ്ങനെ തന്നെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് മാക്സ് എന്നൊരു മുത്തശ്ശനെ കാണിക്കുന്നു. മുത്തശ്ശന വീട്ടിലെ തനിച്ചാണ് താമസിക്കുന്നത്. പുള്ളിക്കാരൻ അങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാത്റൂമിന് വെളിയിലെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. മുത്തശ്ശൻ പേടിച്ചരണ്ട് സ്ക്രീൻ മാറ്റി നോക്കി. വെളിയിൽ ആരെയും കാണാനില്ല. എന്നാ പിന്നീട് ടബിലേക്ക് നോക്കുമ്പോ അതിനകത്ത് നിറയെ അഴുക്ക് വെള്ളമാണ്. ഈ സമയം കാറ്റ് പോലെ എന്തോ ഒന്ന് പറന്നു വന്ന് മുത്തശ്ശനെ ആ ടബിനകത്തേക്ക് തള്ളിയിടുന്നുണ്ട്. അങ്ങനെ ആളില്ലാത്ത വീട്ടില് മുത്തശ്ശന ടബിനകത്ത് കിടന്ന് മരിക്കുകയാണ്. അടുത്ത സീനില് നമ്മുടെ കഥാനായിക അലീസയാണ് നമ്മളെ കാണിക്കുന്നത്. പിന്നെ ഇത് അലീസയുടെ ഒരേ ഒരു കൂട്ടുകാരി സ്റ്റെഫനി. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിൽ കണ്ട മാക്സ് മുത്തശ്ശന്റെ കൊച്ചുമകളാണ് നമ്മുടെ അലീസ. നായികയുടെ പേരൻസ് അവള് കുഞ്ഞായിരിക്കുമ്പോ തന്നെ മരണപ്പെട്ടിരുന്നു. പിന്നീട് അവളെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ മുത്തശ്ശനായിരുന്നു. അതുകൊണ്ട് തന്നെ മാക്സ് മുത്തശ്ശന്റെ മരണം അത് അലീസയ്ക്ക് ഒരു ഷോക്കായിരുന്നു. ഇപ്പോ മുത്തശ്ശൻ മരിക്കുന്നതിന് മുൻപ് മുത്തശ്ശന്റെ വീടും സ്വത്തുക്കളും ഒക്കെ അലീസയുടെ പേരിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. മുത്തശ്ശൻ താമസിച്ചിരുന്നത് കാലിഫോർണിയയിലാണ്. സാധാരണ ഈ തണുപ്പും മഞ്ഞൊന്നും പറ്റാതെ പ്രായമായവരും റിട്ടയർഡ് ആയവരൊക്കെയാണ് അവിടെ കൂടുതലായിട്ട് താമസിക്കുന്നത്. അലീസ ഒരിക്കൽ പോലും മുത്തശ്ശനോടൊപ്പം ആ വീട്ടിൽ താമസിച്ചിട്ടില്ല. മാക്സ് മുത്തശ്ശൻ അവളെ കാണാനായിട്ട് മുടങ്ങാതെ സിറ്റിയിലേക്ക് വരും. അദ്ദേഹത്തിന്റെ മരണശേഷം ആ വീടിപ്പോ മാസങ്ങളായിട്ട് പൂട്ടിക്കിടക്കുവാണ്. അങ്ങനെ നമ്മുടെ കഥാനായിക മുത്തശ്ശന്റെ ആ വീടൊക്കെ ഒതുക്കി പെറുക്കി വൃത്തിയാക്കി വീട് വിൽക്കാനായിട്ട് കാലിഫോർണിയയിലേക്ക് പോവാണ്. അല്ലാതെ ആ പൂട്ടിക്കിടക്കുന്ന വീടിന് ടാക്സ് അടയ്ക്കാനായിട്ട് അവളുടെ കയ്യിൽ അത്രയും പണമില്ല. ആ വീട് ഇരിക്കുന്നത് ഒരു കുന്നിന് മുകളിലാണ്. പെട്ടെന്നൊന്നും വരാനും പോവാനൊന്നും അത്ര എളുപ്പമല്ല. ഒരു വിധത്തില് ആ സ്റ്റെയർ ഒക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴേക്ക് വീഴാതെ അലീസ ആ വീടിനകത്തെത്തി. മുത്തശ്ശൻ പെറ്റായിട്ട് ഒരു ഹാംസ്റ്ററിനെ വളർത്തുന്നുണ്ട്. ഒരു കുഞ്ഞു എലിക്കുട്ടി. അലീസ അതിനെ തുറന്നുവിട്ട് അതിന് വേണ്ട ഭക്ഷണവും വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ. അലീസ ആ ക്ഷീണം കൊണ്ട് പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. എന്നാൽ പാതിരാത്രി ആയതോടെ ആ മുറിയുടെ ഡോറ് തനിയെ തുറന്നു വന്നു. ആ ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട് അവള് പെട്ടെന്ന് തന്നെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി കണ്ണു തുറന്നു. നോക്കുമ്പോ ആ മുറിക്ക് വെളിയിലെ ആരെയും കാണുന്നില്ല. പക്ഷേ ഒരു പൂച്ച കരയുന്ന ശബ്ദം കേൾക്കാം. അലീസ പതിയെ പതിയെ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. താഴെ ഇപ്പോഴും പൂച്ച കരയുന്ന ശബ്ദം കേൾക്കാം. അടുത്ത ദിവസം രാവിലെ തന്നെ അലീസ ആ വീടിന്റെ പല പല ഭാഗങ്ങള് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. 2 ആഴ്ചക്കുള്ളില് പഴയ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യണം, വീട് വൃത്തിയാക്കണം, പെയിന്റ് ചെയ്യണം. അവളങ്ങനെ ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള സ്പീക്കറില് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. മേലെ നിന്ന് അവളെ ആരോ വിളിക്കുന്നത് പോലെ. ആ വീട്ടിലിപ്പോ അലീസ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ ആ സ്പീക്കറിൽ കേൾക്കുന്ന ശബ്ദം അതെന്തായിരിക്കും? അവൾ ആ ശബ്ദങ്ങൾ കേട്ട് ഞെട്ടി നിൽക്കുമ്പോ പെട്ടെന്ന് ആറ്റിക്കിലൂടെ ആരോ ഓടുന്നത് പോലെ. ചെന്ന് നോക്കുമ്പോ ആറ്റിക്കിലേക്കുള്ള ഡോറ് തുറന്നു കിടക്കാണ്. അലീസ പെട്ടെന്ന് തന്നെ ആറ്റിക്കിലേക്ക് കയറി നോക്കുമ്പോ മുകളിൽ മറ്റാരുമില്ല. പക്ഷേ അൺയൂഷ്വൽ ആയിട്ട് അവിടെ ഒരു പുതപ്പ് കിടക്കുന്നുണ്ടാവും. ആരോ ആ ആറ്റിക്കില് താമസിച്ചതുപോലെ. അങ്ങനെ ഒരു കാര്യം കണ്ടിട്ടും അലീസ അതത്രയ്ക്ക് കാര്യമാക്കി എടുക്കുന്നില്ല. അവൾ ആ ആറ്റിക്കിലെ പഴയ സാധനങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. കൂട്ടത്തില് അലീസയുടെ മമ്മിയുടെ ഒരു ഗ്ലാസിന്റെ പാവി ഉണ്ടായിരുന്നു. അവളതെടുത്ത് താഴേക്ക് ഇറങ്ങിപ്പോയി. അന്ന് രാത്രി അലീസയുടെ ബോയ് ഫ്രണ്ട് ബ്രാൻഡൻ അവളെ കാണാനായിട്ട് ആ വീട്ടിലെത്തി. ഈ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് അവളെ ഹെൽപ്പ് ചെയ്യുന്നത് ബ്രാൻഡൻ ആണ്. കാരണം ഈ വീട് വിറ്റിട്ട് വേണം അവർക്ക് സിറ്റിയില് പുതിയൊരു വീട് വാങ്ങാൻ. അടുത്ത ദിവസം 2 പേരും ചേർന്ന് ഇടിഞ്ഞു തകർന്നു കിടക്കുന്ന സ്റ്റെയർ ഒക്കെ റീപ്ലേസ് ചെയ്യാണ്. ഈ നേരത്താണ് തൊട്ടടുത്ത വീട്ടിലെ മുത്തശ്ശൻ ഡേവിഡ് നമ്മുടെ നായികയെ പരിചയപ്പെടുന്നത്. ഈ ഡേവിഡും മാക്സ് മുത്തശ്ശനും നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷേ ഒരിക്കൽ പോലും മുത്തശ്ശൻ ഇങ്ങനൊരു കൊച്ചുമോളുള്ള കാര്യം ഡേവിഡിനോട് പറഞ്ഞിട്ടില്ല. അന്ന് വൈകിട്ട് തന്നെ ബ്രാൻഡൻ സിറ്റിയിലേക്ക് തിരികെ പോകുന്നുണ്ട്. ജോലി തിരക്കുള്ളത് കാരണം അവന് വീക്കെൻഡിൽ മാത്രമേ അലീസയെ കാണാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരല്പസമയം കഴിഞ്ഞ് നായിക കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ആ ബാത്തബിനകത്ത് നിറയെ അഴുക്ക് വെള്ളമാണ്. ആ ടബിനകത്ത് നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. അവൾ എത്ര തന്നെ ശ്രമിച്ചിട്ടും ആ ബ്ലോക്കേജ് മാറ്റാൻ കഴിഞ്ഞില്ല. തുടർന്ന് ആലീസ തന്റെ മുറിയിലിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആ മുറിയുടെ ഡോറ് തനിയെ തുറന്നു വന്നു. ആ മുറിക്കകത്തേക്ക് എന്തോന്ന് പാഞ്ഞു വന്നതുപോലെ. അവളത് കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുമ്പോ ഈ സമയം മേശപ്പുറത്തിരുന്ന ആ പാവയില്ലേ, അതിന്റെ തല തനിയെ തിരിയുന്നുണ്ട്. ഇനി തനിക്ക് തോന്നിയതാണോ? അവൾ ആ പാവയുടെ തലയെടുത്ത് മാറ്റി നോക്കുമ്പോ അതിനകത്ത് പഴയൊരു ഫോട്ടോ കാണാം. 2 പയ്യന്മാരുടെ ഫോട്ടോ. അതാരാണെന്ന് അലീസയ്ക്ക് വലിയ
വലിയ പിടുത്തമില്ല. ചിലപ്പോ മുത്തശ്ശന്റെ ചെറുപ്പത്തിലെ ഫോട്ടോ ആയിരിക്കണം. പക്ഷേ കൂട്ടത്തിലെ ആ രണ്ടാമത്തെ പയ്യന്റെ മുഖം മാത്രം ആരും കാണാതിരിക്കാൻ സ്ക്രാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം അലീസ ബാത്ടബിലെ ബ്ലോക്കേജ് മാറ്റാനായിട്ട് ഒരു പ്ലംബറിനെ വിളിച്ചു വരുത്തി. പുള്ളി എന്തൊക്കെ ചെയ്തിട്ടും അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ചിലപ്പോ മെയിൻ പൈപ്പിനകത്ത് എന്തെങ്കിലും അടഞ്ഞിരിക്കുന്നുണ്ടാവും. അവരങ്ങനെ താഴെ ബേസ്മെന്റ് ഭാഗത്തേക്ക് ചെന്നു. ആ പൈപ്പിനകത്ത് നിറയെ നല്ല നീളത്തില് കറുത്ത മുടിയായിരുന്നു. അതുകൊണ്ട് അലീസ ആകെ ഷോക്കായി. ഇതെങ്ങനെ? കുറെ കാലങ്ങളായിട്ട് മുത്തശ്ശൻ ഈ വീടിനകത്ത് തനിച്ചല്ലേ താമസിക്കുന്നത്? അവളതൊക്കെ ചിന്തിച്ച് ആ പൈപ്പിൽ നിന്ന് വരുന്ന വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് ഒരു ബക്കറ്റ് എടുക്കാനായിട്ട് പോയി. അതേസമയം ആ പ്ലംബർ ബ്ലോക്കേജ് ക്ലിയർ ചെയ്തോണ്ടിരിക്കുമ്പോ അയാൾക്ക് ആ പൈപ്പിനുള്ളിൽ നിന്ന് വ്യത്യസ്തമായ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആരോ കരയുന്നത് പോലെ. പിന്നെ പറയണോ, എനിക്ക് പോയിട്ട് കുറച്ച് തിരക്കുണ്ട്, എനിക്ക് ഈ ഫോൺ വന്നോണ്ടിരിക്കുക, ഞാൻ പോയിട്ട് പിന്നെ വരാന്നും പറഞ്ഞ് ആ പ്ലംബർ തന്റെ ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി. ചെയ്ത ജോലിക്കുള്ള പണം വാങ്ങാൻ പോലും അയാൾ നിന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. അലീസ ആ വീട്ടിലെ പഴയ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു, ക്ലീൻ ചെയ്യുന്നു. ഈ സമയത്താണ് അവള് വീടിന് വെളിയില് ബോയ് ഫ്രണ്ടിനെ കാണുന്നത്. അവൻ വീക്കെൻഡിന് നായികയെ കാണാനായിട്ട് വന്നതാണ്. ബ്രാൻഡൻ അയൽക്കാരോടൊക്കെ കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിച്ചോണ്ട് നിൽക്കുക. കാര്യം എന്താന്ന് വെച്ചാല് അലീസ ഈ വീട് വിൽക്കാൻ പോവല്ലേ, അതുകൊണ്ട് അയൽക്കാരെയൊക്കെ വിളിച്ചുകൂട്ടി ചെറിയൊരു പാർട്ടി നടത്തുന്നുണ്ട്. അയൽക്കാർക്കൊക്കെ മുത്തച്ഛനെ ഒത്തിരി കാര്യമായിരുന്നു. മാക്സ് മുത്തച്ഛനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ ഡേവിഡ് മുത്തച്ഛൻ നായികയോട് മുത്തച്ഛന്റെ മരണത്തെ കുറിച്ച് ചോദിക്കും. അല്ല, മാക്സ് എങ്ങനെയാ മരിച്ചത്? അതിന് അലീസ പറയും ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. അത് കേട്ട് ഡേവിഡും ഒത്തിരി ഇമോഷണലായി ചില തത്വങ്ങളൊക്കെ പറഞ്ഞ് ജീവിതത്തെ കുറിച്ച് പല കാര്യങ്ങളും അവളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഒരു മനുഷ്യന്റെ ഹൃദയം സ്റ്റോപ്പ് ആവുമ്പോ അയാൾ മരണപ്പെടും. അതുപോലെ തന്നെ നമുക്ക് പ്രായമായി, എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്നും കരുതി വെറുതെ ഇരിക്കാൻ പാടില്ല. നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഒരിക്കലും റിട്ടയർഡ് ആവുന്നില്ല. കാരണം അടുത്ത ദിവസം നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോ നമുക്ക് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ വേണം. ഇതും പറഞ്ഞ് ഡേവിഡ് ആ സ്റ്റെയറിലൂടെ മുകളിലേക്ക് കയറുന്നത് കാണുമ്പോൾ അലീസ അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് നോക്കും. എന്നാൽ ഡേവിഡ് അതിനെ സമ്മതിക്കില്ല. എനിക്ക് നടക്കാൻ ആരുടെയും സഹായം ആവശ്യമില്ല, എനിക്ക് തനിച്ച് നടക്കാം. കയ്യിലൊരു ഓക്സിജൻ സിലിണ്ടർ ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അന്ന് രാത്രി പതിവ് പോലെ തന്നെ എന്തോ ശബ്ദം കേട്ട് അലീസ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കും. കണ്ണു തുറന്നു നോക്കുമ്പോ ഡോർ തുറന്നു കിടക്കാണ്. ബ്രാൻഡൻ ഈ ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല, നല്ല ഉറക്കത്തിലാണ്. അവള് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോ ഈ പാതിരാത്രിക്ക് ഒരു പന്തുരുണ്ട് താഴേക്ക് പോവുക. ഈ നേരത്താണ് വീടിന്റെ വെളിയിലെ ആരുടെയൊക്കെയോ നിഴലുകൾ കാണുന്നത്. മാത്രമല്ല മെയിൻ ഡോർ തുറന്നു കിടക്കുകയായിരുന്നു. അവള് പുറത്തേക്ക് ഇറങ്ങി നോക്കി, ആരെയും കാണുന്നില്ല. അവൾക്ക് ഉറപ്പായിരുന്നു ആരോ ആ വീടിനകത്തേക്ക് അതിക്രമിച്ച് കയറിയിട്ടുണ്ട്. അവളത് ചിന്തിച്ചു നിൽക്കുമ്പോ പെട്ടെന്ന് കർട്ടൻ പറന്നു വന്ന് അലീസയുടെ മുഖം പൊത്തി പിടിക്കുകയാണ്. ഈ കരച്ചിലും ബഹളൊക്കെ കേട്ട് ബ്രാൻഡൻ മുറിക്ക് പുറത്തേക്ക് ഓടിയെത്തി. അലീസ, നിനക്ക് എന്താ പറ്റിയേ? ഈ നേരത്ത് നീ ഇവിടെ എന്ത് ചെയ്യാ? അതിന് നായിക പറയും, വീടിനകത്ത് ആരും ഉണ്ട്, ഈ ഡോറൊക്കെ തുറന്നു കിടക്കുകയായിരുന്നു, ആരും എന്റെ മുഖം പൊത്തിപ്പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് അലീസ ഒത്തിരി ബഹളം വെക്കുന്നുണ്ട്. ചിലപ്പോ നിനക്ക് തോന്നിയതാവും, അല്ലെങ്കിൽ കാറ്റ് കാരണം കർട്ടൻ പറന്നതാവാം എന്നൊക്കെ പറഞ്ഞ് ബ്രാൻഡൻ നായിക പറയുന്ന ഒരു കാര്യങ്ങളും വിശ്വസിക്കില്ല. പിറ്റേ ദിവസം തന്നെ ബ്രാൻഡൻ ജോലിക്ക് പോവുകയാണ്. നീ കൂടുതലൊന്നും ചിന്തിച്ച് തല പുകയ്ക്കാൻ നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്ക്. നമുക്ക് പുതിയ വീട് വാങ്ങണം, ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം, നീ അത് മാത്രം ചിന്തിച്ചാ മതി. ഞാൻ അടുത്ത ആഴ്ച വരാം എന്ന് പറഞ്ഞ ബ്രാൻഡൻ അവിടെ നിന്ന് ഇറങ്ങാണ്. ഇനി ഇവിടെ നിന്നാ തനിക്ക് വട്ടുപിടിക്കും. പെട്ടെന്ന് തന്നെ പണികളൊക്കെ തീർക്കണം എന്നും പറഞ്ഞ് അലീസ മുത്തശ്ശന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുക. ഈ നേരത്താണ് ആ കബോർഡില് ഒരുപാട് മെഡിസിൻസ് കാണുന്നത്. അതായത് മുത്തശ്ശന്റെ തലയില് ഒരു ട്യൂമർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു 6-7 മാസം മാത്രമേ ജീവിച്ചിരിക്കൂ. അതിനു മുന്നേ മുത്തശ്ശൻ മരണപ്പെട്ടു. മുത്തശ്ശൻ അസുഖമുള്ള കാര്യം അലീസയ്ക്ക് അറിയില്ലായിരുന്നു. അന്ന് തന്നെ അലീസയുടെ കൂട്ടുകാരി അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ആ വീട്ടിലേക്ക് വരുന്നുണ്ട്. രണ്ടുപേരും കൊച്ചുവർത്താനൊക്കെ പറഞ്ഞ് ആ വീടിന്റെ പല ഭാഗത്തായിട്ട് പെയിന്റ് ചെയ്യുന്നു. ഈ സമയം സ്റ്റെഫിനി ചോദിക്കും, ഇത്രയും നാളും നീ ഈ വീടിനകത്ത് തനിച്ചല്ലായിരുന്നോ? വല്ല പ്രേതത്തെയോ ഭൂതത്തെയോ കണ്ടായിരുന്നോ? അതിന് അലീസ, പിന്നെ പ്രേതം മാത്രമല്ല, ഒരു പൂച്ച ഉണ്ടായിരുന്നു. മാക്സ് മുത്തശ്ശന് പൂച്ച അലർജിയായിരുന്നു, തീരെ ഇഷ്ടമല്ല. പക്ഷെ എല്ലാ രാത്രികളിലും വീടിനകത്ത് പൂച്ച കരയുന്ന ശബ്ദം കേൾക്കാം. ഇവർ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അലീസ ആ ഞെട്ടിക്കുന്നൊരു കാഴ്ച കാണുന്നത്. വീടിന് മുകളിലായിട്ട് ഒരു സ്റ്റോറേജ് ഉണ്ട്. അവിടെ ഒരു പുതപ്പ്, റേഡിയോ, ബുക്സ്, ലൈറ്റ്, അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. ആരോ അവിടെ താമസിച്ചതുപോലെ. ഇതേപോലെ ഒരു പുതപ്പ് മുകളിലെ ആറ്റിക്കിലും ഉണ്ടായിരുന്നു. അപ്പോ അതിനർത്ഥം അലീസ ഈ വീട്ടില് തനിച്ചല്ല, മറ്റാരോ ഈ വീടിനകത്ത് ഒളിച്ച് താമസിക്കുന്നുണ്ട്. ഇത്രയും നാളും ഈ വീട് പൂട്ടിക്കിടക്കായിരുന്നില്ലേ? ഒരുപക്ഷെ അലീസ വന്നതിന് ശേഷം അയാൾ ഇവിടെ നിന്ന് ഓടിപ്പോയി കാണും. അതും അല്ലെങ്കിൽ ആ സ്ട്രേഞ്ചർ ഇപ്പോഴും ഈ വീടിനകത്ത് തന്നെ പതുങ്ങിയിരിക്കുന്നുണ്ടാവും. അല്ലാതെ പ്രേതം ഭൂതമൊന്നും ഈ കൊൽറ്റും പുതപ്പായിട്ട് നടക്കില്ലല്ലോ. ഇപ്പോ ഈ വീടിനകത്ത് ഒരു സ്ട്രേഞ്ചർ മാത്രമല്ല, മറ്റെന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് അലീസ കൂട്ടുകാരിയോട് പറയും. പാതിരാത്രി എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു, പൂച്ച കരയുന്നു, സാധനങ്ങൾ
കാര്യങ്ങൾ തനിയെ നീങ്ങുന്നു. സ്റ്റെഫനിക്ക് ഈ പ്രേതത്തിലൊന്നും വിശ്വാസമില്ല. എന്നിരുന്നാലും വീടിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് എനർജി ഉണ്ടോന്നറിയാൻ അവരെന്തൊക്കെയോ ഉണങ്ങിയ ഇലയൊക്കെ എടുത്ത് പുകയ്ക്കുന്നുണ്ട്. മുത്തശ്ശന് അസുഖമുള്ള കാര്യം അലിസയ്ക്ക് അറിയില്ലായിരുന്നു. അവൾ ആ മെഡിസിൻസ് ഒക്കെ എടുത്ത് കൂട്ടുകാരിക്ക് കാണിച്ചു കൊടുക്കും. അങ്ങനെയാണ് പാക്ക് ചെയ്ത് വെച്ചിരുന്ന മുത്തശ്ശന്റെ പഴയ സാധനങ്ങൾക്കിടയില് മുത്തശ്ശൻ അവസാനമായിട്ട് ധരിച്ചിരുന്ന ഷൂസും ഡ്രസ്സും ഒക്കെ കാണുന്നത്. മുത്തശ്ശൻ വീടിന് പുറത്തേക്ക് അധികം ഇറങ്ങാറില്ല. പക്ഷേ ഷൂസ് നിറയെ മണ്ണാണ്, അതും ചെളിമണ്ണാണ്. എന്തോ കുഴിയെടുത്തതുപോലെ ഷൂസ് നിറയെ മണ്ണായിരുന്നു. ഇങ്ങനൊരു കുഴിയെടുത്ത് മുത്തശ്ശൻ എന്താണ് ഈ തെരഞ്ഞോണ്ടിരുന്നതെന്നറിയാൻ അവർ ആ ബേസ്മെന്റിലേക്ക് ചെന്ന് നോക്കി. അതൊരു കുഞ്ഞു മുറിയാണ്. അവിടെ ചെളിയോ കുഴിയോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. പക്ഷേ അതേ ബേസ്മെന്റിലെ മണ്ണ് തന്നെയാണ് മുത്തശ്ശന്റെ ഷൂസിലുണ്ടായിരുന്നത്. ഈ സമയം സ്റ്റെഫനി പറയും, നീ ഇവിടെ ഇരിക്കി, ഞാൻ ഇപ്പൊ വരാന്നും പറഞ്ഞ് ബേസ്മെന്റിന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പൊ തന്നെ ആ ബേസ്മെന്റിന്റെ ഡോറ് അതങ്ങനെ പതിയെ പതിയെ അടഞ്ഞു വന്നു. എന്നാൽ അടുത്ത നിമിഷം തന്നെ ആ ഇരുട്ടിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. എന്തോ നിറങ്ങി അവളുടെ അടുത്തേക്ക് വരുന്നത് പോലെ. അവൾ ആ ശബ്ദം കേട്ട് പേടിച്ചിരിക്കുമ്പോ പെട്ടെന്ന് രണ്ട് പ്രേത കൈ വന്ന് അലീസയുടെ തലയ്ക്ക് പിടിക്കും. ഈ സമയം അവൾക്ക് എന്തൊക്കെയോ വിഷ്വലായിട്ട് കാണാം. പക്ഷേ അതെന്തൊക്കെയാണെന്ന് വ്യക്തമല്ല. അപ്പോഴേക്കും സ്റ്റെഫനി മുത്തശ്ശന്റെ ഷൂസ് എടുത്ത് ബേസ്മെന്റിലെത്തി. സ്റ്റെഫനി അവിടെ എത്തുമ്പോ അലീസ ഇങ്ങനെ പേടിച്ച് കിളി പോയിട്ടിരിക്കുക. നിനക്ക് എന്താ പറ്റിയേ? നീ വല്ലതും കണ്ട് പേടിച്ചോ? അതിന് അലീസ, അതേ ഞാൻ കണ്ടു, എന്തോ ഒരു നിഴല് പോലെ എനിക്കെന്തോ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോ അവർക്കൊരു കാര്യം ഉറപ്പായി. മുത്തശ്ശൻ ഈ ബേസ്മെന്റിനകത്ത് ഒരു കുഴിയെടുത്ത് എന്തൊക്കെയോ കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട്. സോ അന്ന് രാത്രി സ്റ്റെഫനി നായികയോടൊപ്പം ആ വീട്ടില് താമസിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. കാരണം ആ വീടിനകത്ത് പ്രേതം ഉണ്ടെന്ന് ഉറപ്പാണ്. മാത്രല്ല ഒരു സ്ട്രേഞ്ചർ ആ വീടിനകത്ത് മറഞ്ഞിരിക്കുന്നുണ്ട്. അതാരാണെന്ന് ആദ്യം കണ്ടെത്തണം. രണ്ടുപേരും ആ വീടിന്റെ മുക്കും മൂലയൊക്കെ പരിശോധിക്കുന്നുണ്ട്. എന്നാലും പ്രത്യേകിച്ച് അവർക്ക് ആ വീടിനകത്ത് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോ നായികയുടെ മുറിയില് ആ പാവയെ കാണുമ്പോ സ്റ്റെഫനി ഒരു കാര്യം പറയും. ചിലപ്പോ ഈ വീടിനകത്തുള്ളത് നിന്റെ അമ്മയാണെങ്കിലോ മമ്മിയുടെ ആത്മാവ് നിന്നോട് സംസാരിക്കാൻ ശ്രമിക്കുന്നതാണെങ്കിലോ. എന്തോ തന്നെ പേടിപ്പെടുത്തുന്നത് മമ്മിയുടെ പ്രേതമാണെന്ന് അലീസയ്ക്ക് തോന്നുന്നില്ല. അന്ന് പാതി രാത്രിയായതോടെ പതിവ് പോലെ തന്നെ വീടിനുള്ളിൽ നിന്ന് പൂച്ച കരയുന്ന ശബ്ദം കേൾക്കാം. അലീസ ഞെട്ടി കണ്ണു തുറന്നു. പക്ഷേ അവളെ കൊണ്ട് ശരിക്കൊന്ന് കണ്ണു തുറക്കാൻ പറ്റുന്നില്ല, നടക്കാൻ പറ്റുന്നില്ല. അവൾ ആകെ ടെൻഷനായി എങ്ങനെയൊക്കെയോ സ്റ്റെഫനിയെ വിളിച്ചു നോക്കി. കൂട്ടുകാരിക്ക് യാതൊരു അനക്കവുമില്ല. അവള് വിളിച്ചിട്ട് എണീക്കുന്നില്ല, നല്ല ഉറക്കത്തിലാണ്. അലീസ നടക്കാൻ പറ്റാതെ എങ്ങനെയൊക്കെയോ കാലൊക്കെ കുഴഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നു. നോക്കുമ്പോഴേ അലീസയുടെ മുറിയിലുണ്ടായിരുന്ന ആ രണ്ട് പയ്യന്മാരുടെ ഫോട്ടോ ഇല്ലേ, അതിപ്പോ മേശപ്പുറത്തിരിക്കുക. അല്ല, ഇതെങ്ങനെ ഇവിടെ വന്നു? അവളത് ചിന്തിച്ച ഫോട്ടോ നോക്കി നിൽക്കുമ്പോ അലീസയുടെ പിറകിലെ മാസ്ക് വെച്ചൊരു രൂപത്തെ കാണാം. പെട്ടെന്ന് തന്നെ ആ രൂപം അവിടെ നിന്ന് മറഞ്ഞുപോയി. അത് കണ്ട പാടെ തന്നെ അവള് ഒരു വിധത്തില് മുകളിലേക്ക് ഓടിയെത്തി. അവളെ കൊണ്ട് ഒച്ചത്തില് കരയാനോ ശരിക്കൊന്നും നടക്കാൻ പോലും വയ്യ. എങ്ങനെയൊക്കെയോ അവള് സ്റ്റെഫനിയെ വിളിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ കൂട്ടുകാരി എണീക്കുന്നില്ല. പെട്ടെന്നാണ് നായിക ഉറക്കത്തിൽ നിന്ന് കണ്ണു തുറക്കുന്നത്. ഇപ്പൊ കണ്ടത് വെറും ഒരു സ്വപ്നം മാത്രമായിരുന്നു. അത് അലീസയെ കൊണ്ട് വിശ്വസിക്കാൻ വയ്യ. ആ രണ്ട് പയ്യന്മാരുടെ ഫോട്ടോ അതിപ്പോ ആ മുറിയിൽ കാണുന്നില്ല. അവള് ഇന്നലെ രാത്രി കണ്ട സ്വപ്നത്തെക്കുറിച്ച് കൂട്ടുകാരിയോട് പറയും. അതൊരിക്കലും സ്വപ്നമായിരുന്നില്ല, തനിക്ക് തോന്നിയതായിരുന്നില്ല. ഇന്നലെ രാത്രി മാസ്ക് വെച്ച ഒരാളെ താൻ ഈ വീടിനകത്ത് കണ്ടതാണ്. അവരന്ന് തന്നെ വീട്ടിലെ എല്ലാ ഡോറിന്റെയും ലോക്ക് മാറ്റുന്നുണ്ട്, മെയിൻ ഡോറിന്റെ പാസ്വേഡും മാറ്റുന്നുണ്ട്. ഇനി ഇന്നലെ രാത്രി കണ്ടത് ഈ വീടിനകത്ത് ഒളിച്ചിരിക്കുന്ന ആ സ്ട്രേഞ്ചർ ആണെങ്കിലോ, ഇനി അഥവാ ഈ ലോക്കൊന്നും തുറക്കാതെ വീടിനകത്തേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ അത് പ്രേതമായിരിക്കും. അല്ലെങ്കിൽ ഇതെല്ലാം നിന്റെ തോന്നല് മാത്രമായിരിക്കും. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ അടുത്ത ആഴ്ച വരാന്നും പറഞ്ഞ് സ്റ്റെഫനി അവളോട് യാത്ര പറഞ്ഞിറങ്ങാണ്. അന്ന് രാത്രി എലീസ കോഫിയൊക്കെ ഉണ്ടാക്കി ആ എലിക്കുഞ്ഞിനോട് കൊച്ചുവർത്താനൊക്കെ പറഞ്ഞ് ഉറങ്ങാനായിട്ട് മുറിയിലേക്ക് പോവുക. ആ സമയം മുകളിലെ സ്പീക്കറിൽ നിന്ന് എന്തോ ശബ്ദങ്ങൾ കേൾക്കാം. പഴയ വീടല്ലേ. അവൾ ആ സ്പീക്കർ ഓഫാക്കി ആ മേശ മാറ്റിയിടുമ്പോ മേശപ്പുറത്തുണ്ടായിരുന്ന മുത്തശ്ശന്റെ ഡയറി അത് താഴേക്ക് വീണു. അവൾ ആ ഡയറി എടുത്ത് തിരികെ താഴേക്ക് ഇറങ്ങി വരുമ്പോ ദേ ഒരു വെള്ള തുണി താഴെ കൂടി അങ്ങനെ പറന്നു പോവുക. ഇനി തനിക്ക് തോന്നിയതാണോ? പെട്ടെന്നൊരു പ്രേതരൂപം അലീസയുടെ അടുത്തേക്ക് പാഞ്ഞൊരു വരവാണ്. അവള് താഴേക്ക് മറിഞ്ഞു വീണു. പിന്നെ പറയണ്ടല്ലോ, ഈ വീടും വേണ്ട കാശും വേണ്ടെന്നും പറഞ്ഞ് അന്ന് പാതിരാത്രി തന്നെ നായിക ആ വീട്ടിൽ നിന്നിറങ്ങി ടൗണില് ഒരു ഹോട്ടലില് മുറിയെടുത്തു. അവള് നടന്ന കാര്യങ്ങളൊക്കെ ബ്രാൻഡിനെ വിളിച്ച് പറയുന്നുണ്ട്. എവിടെ ബോയ്ഫ്രണ്ട് അത് വിശ്വസിക്കോ? ഒരിക്കലും ഇല്ല. എലീസ, നിനക്ക് തോന്നിയതാവും, ഞാൻ ആ വീട്ടില് നിന്നോടൊപ്പം താമസിച്ചതല്ലേ, എന്നിട്ട് ഞാനൊന്നും കണ്ടില്ലല്ലോ പ്രേതത്തെ. എലീസയ്ക്ക് പിന്നെ എന്ത് പറയണമെന്നറിയില്ല. ബോയ്ഫ്രണ്ടിനെ രണ്ട് ചീത്തയും വിളിച്ച് തന്റെ ഫോൺ അങ്ങ് വലിച്ചെറിഞ്ഞു. ഈ സംഭവം നടക്കുന്ന സമയത്ത് അലീസയ്ക്ക് മുത്തശ്ശന്റെ ഒരു ഡയറി കിട്ടിയിരുന്നില്ലേ. അവൾ ആ ബുക്ക് എടുത്ത് വായിച്ചു നോക്കി. മുത്തശ്ശന് മറവിയുള്ളത് കാരണം കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ കുത്തിക്കുറച്ച് വെച്ചിരിക്കുക. ആ നോട്ടിലെ അവസാന പേജില് മുത്തശ്ശൻ പേടിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നു. താൻ ഈ വീടിനകത്ത് എന്തൊക്കെയോ രൂപങ്ങൾ
രൂപങ്ങൾ കാണുന്നുണ്ട്, എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. ചിലപ്പോ ബ്രെയിൻ ട്യൂമർ കാരണം എനിക്കിതുപോലൊക്കെ തോന്നുന്നതാണോ? അങ്ങനെ വിചാരിച്ചാലും ഞാൻ കാണുന്ന ചില കാഴ്ചകള് അത് തോന്നലല്ല, സത്യമാണ്. ഇതെല്ലാം താൻ ചെയ്ത പാപം കൊണ്ടാണോ? എന്റെ ഏക ആശ്വാസം എന്റെ കൊച്ചുമോളാണ് എലീസ. എനിക്ക് അവള് മാത്രമേ ഉള്ളൂ. മുത്തശ്ശൻ എന്തൊക്കെയോ ഇങ്ങനെ കുറിച്ച് വെച്ചിരുന്നു. അലീസ അത് കണ്ട് ഇമോഷണൽ ആയിട്ടിരിക്കുമ്പോ ആ വീടിനകത്ത് കണ്ട പ്രേതമില്ലേ, അവളുടെ വാ പൊത്തിപ്പിടിക്കുകയാണ്. ആ സമയം അലീസയ്ക്ക് മുന്നത്തെ പോലെ തന്നെ പല വിഷ്വൽസും കാണാം. അവള് ചാടി പടഞ്ഞ് ബെഡിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോ ആ പ്രേതത്തെ കാണുന്നില്ല. അവിടെ കണ്ണാടിയില് ബേസ്മെന്റ് എന്ന് എഴുതി വെച്ചിരുന്നു. അത് കണ്ട് നായിക ആകെ കൺഫ്യൂസ് ആയി. ഇതിപ്പോ അവൾ എവിടെ പോയാലും ആ പ്രേതം പിന്നാലെ തന്നെ കാണും. കാരണം ആ പ്രേതം അവളെ ഉപദ്രവിക്കാനല്ല ശ്രമിക്കുന്നത്. അങ്ങനെ ആ ബേസ്മെന്റിൽ എന്തായിരിക്കും? ഉടനെ തന്നെ അവള് പെട്ടിയും ബാഗൊക്കെ ആയിട്ട് മുത്തശ്ശന്റെ വീട്ടിലേക്ക് നടന്നു. സ്റ്റെഫനി ഈ കാര്യം പറഞ്ഞ് അവളെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. നീ ആ വീട്ടിലേക്ക് തിരികെ പോവരുത്, അത് റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞ്. പറ്റില്ല, എനിക്കിതിന്റെയൊക്കെ സത്യം അറിയണം. മുത്തശ്ശൻ ആ ബേസ്മെന്റിലെ എന്തോ കണ്ടുപിടിക്കാൻ നോക്കിയിട്ടാണ് മരണപ്പെട്ടത്. ഞാൻ കാണുന്നത് പോലെ മുത്തശ്ശനും ആ പ്രേതത്തെ കണ്ടിരുന്നു. സമയം ഒത്തിരി ലേറ്റ് ആയതുകൊണ്ട് തന്നെ അന്ന് രാത്രി ഏതോ ഒരു കുന്നിന്റെ മുകളിലാണ് അവൾ ഇരുന്ന് ഉറങ്ങുന്നത്. പിറ്റേന്ന് രാവിലെയാണ് അലീസ വീട്ടിലേക്ക് വരുന്നത്. അവൾ ആ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് പെട്ടെന്ന് ആ ബാഗൊക്കെ ഒന്ന് സ്റ്റക്കായി. ഈ സമയം അവിടെയുള്ള ഫെൻസിലേക്ക് നോക്കുമ്പോ ഒരു മിസ്സിംഗ് പോസ്റ്റർ കാണാം. ആ ലേഡിയുടെ ഫോട്ടോ കണ്ട് അലീസ അങ്ങനെ ആകെ സ്റ്റക്കായിട്ട് നിൽക്കുക. ഈ സ്ത്രീയുടെ പ്രേതത്തെയാണോ താൻ ഇന്നലെ കണ്ടത്? അവൾക്ക് ആ കാര്യം ഉറപ്പില്ല. ഇന്ന് തന്നെ ഇതിന്റെയൊക്കെ സത്യം കണ്ടെത്തിയിട്ടേ ബാക്കി കാര്യമുള്ളൂ. മൺവട്ടിയൊക്കെ ആയിട്ട് അവള് വീടിന്റെ ബേസ്മെന്റിലേക്ക് ചെന്നു. എന്നാ ഈ നേരത്താണ് ബേസ്മെന്റിനകത്ത് ഒളിച്ചിരുന്ന ഒരു സ്ട്രേഞ്ചർ പുറത്തേക്ക് ഓടിപ്പോകുന്നത്. അയാൾ ഇത്രയും നാളും വീടിനകത്തായിരുന്നു ഒളിച്ചിരുന്നത്. അലീസ വീടിന്റെ ലോക്കൊക്കെ മാറ്റിയില്ലേ, അതുകൊണ്ടാണ് അയാൾ ബേസ്മെന്റിൽ ഒളിച്ചത്. അലീസ വിട്ടില്ല, ആ സ്ട്രേഞ്ചറിന്റെ പിന്നാലെ തന്നെ ഓടി. കുറച്ചു ദൂരം ഓടിക്കഴിയുമ്പോ പിന്നെ ആ സ്ട്രേഞ്ചറെ കാണുന്നില്ല. അയാൾ ആ കാടിനകത്തേക്ക് ഓടിപ്പോയി. അവളങ്ങനെ തിരികെ വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോ പെട്ടെന്ന് ആ സ്ട്രേഞ്ചർ അവൾക്ക് നേരെ ചാടി വീണു. പേടിച്ച് വെപ്രാളപ്പെട്ട് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ആ വീടിനുള്ളിലെ ശബ്ദം അത് ആ പൈപ്പിൽ നിന്നാണ് വരുന്നത്. അതിന് കാരണം നീയാണ്, അത് നീയാണ്. ഇതും പറഞ്ഞ സ്ട്രേഞ്ചർ അവിടെ നിന്ന് ഓടിപ്പോയി. ഇപ്പോഴും അയാൾ എന്താണ് ഈ പറഞ്ഞെന്ന് അലീസയ്ക്ക് യാതൊരു പിടിയില്ല. എന്തായാലും രണ്ട് കാര്യം ഇപ്പൊ ഉറപ്പായി. ആ വീടിനകത്ത് ഒരു മനുഷ്യനും ഉണ്ടായിരുന്നു, ഒരു പ്രേതം ഉണ്ടായിരുന്നു. ഇതൊന്നും തന്നെ അലീസയ്ക്ക് തോന്നിയതായിരുന്നില്ല. അവളങ്ങനെ കലി തുള്ളി വീട്ടിലേക്ക് വരുമ്പോ ഡേവിഡ് മുത്തശ്ശൻ അവളോട് ചോദിക്കും, ഹേയ് എന്ത് പറ്റി, നീ ഓക്കെ അല്ലേ? അതിന് അലീസ പറയും, നിങ്ങൾ ആ സ്ട്രേഞ്ചറിനെ കണ്ടിരുന്നോ? അവൻ ഈ വീടിനകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. മുത്തശ്ശൻ എന്തിനാ ബേസ്മെന്റ് ചുമര് വെച്ച് മറച്ചു വെച്ചിരിക്കുന്നത്? എന്റെ മുത്തശ്ശൻ നിങ്ങളോട് ഇതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഡേവിഡ് മുത്തശ്ശനാണെങ്കിൽ ഇതിനെ കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. ഇപ്പോ ഈ വീടിനകത്ത് ഒരു സ്ട്രേഞ്ചർ ഉണ്ടായിരുന്നു, പ്രേതം ഉണ്ടായിരുന്നു, അത് തനിക്ക് തോന്നിയതായിരുന്നില്ല എന്ന കാര്യം ഉറപ്പായി. ഇനി കണ്ടെത്തേണ്ടത് ആ ബേസ്മെന്റിലെ എന്താണെന്നാണ്. അതിനാദ്യം ആ പ്രേതമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. കാര്യം എന്താണെന്ന് അറിയണ്ടേ? ഇപ്പോ പ്രേതത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നത് ആ ബാത്ടബിലെ പൈപ്പിൽ നിന്നാണ്. അവൾ അതിനകത്ത് വെള്ളം നിറച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച് ആ പ്രേതം വരുന്നതും കാത്തിരിക്കുക. പെട്ടെന്ന് ആ ടബിലുണ്ടായിരുന്ന വെള്ളം കറുത്ത നിറത്തിലായി. ആ പ്രേതം അങ്ങനെ വെള്ളത്തിൽ നിന്ന് പൊന്തി വന്ന് അലീസയുടെ കഴുത്തിന് പിടിക്കും. ഈ സമയം അവൾക്ക് പല വിഷ്വൽസും കാണാൻ തുടങ്ങി. ഇപ്പോഴും അവൾക്ക് ആ വിഷ്വൽസ് എന്താണെന്ന് വ്യക്തമല്ല. ആ പ്രേതം എന്തായിരിക്കും അവളോട് പറയാൻ ശ്രമിക്കുന്നത്? ഇപ്പൊ നോക്കുമ്പോ ബാത്റൂമിനകത്തെ കണ്ണാടിയിലെ താഴെ ഏരോ മാർക്ക് കാണാം. പ്രേതം അവളോട് താഴെ തെരഞ്ഞു നോക്കാൻ പറഞ്ഞിട്ട് വീടിന് മുകളിലെ എന്തൊക്കെയോ തട്ടിമറിഞ്ഞു വീഴുന്നുണ്ട്. അവൾ ഉടനെ തന്നെ ആ വീട് മുഴുവനും ബേസ്മെന്റിലേക്കുള്ള ഡോറ് തെരഞ്ഞു നടക്കുക. ബേസ്മെന്റ് മുത്തശ്ശൻ ചുമര് കെട്ടി അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോ ഉറപ്പായും അതിനൊരു സീക്രട്ട് ഡോർ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു കണക്കിന് ഫ്ലോറിലുണ്ടായിരുന്ന മാറ്റൊക്കെ മാറ്റി നോക്കുമ്പോ താഴെ ചെറിയൊരു ഡോറ് കാണാം. അത് മുത്തശ്ശൻ മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. താഴെ ടോർച്ചടിച്ച് നോക്കുമ്പോ അതിനകത്ത് കാര്യമായിട്ടൊന്നും തന്നെ ഇല്ല. ചെറിയൊരു ബോക്സ് കാണാം. അലീസ ആ ബോക്സ് തുറന്നു നോക്കുമ്പോ അതിനകത്ത് അന്ന് രാത്രി അവളൊരു മാസ്ക് വെച്ച ഒരാളെ കണ്ടില്ലേ, അതേ മാസ്ക്, കുറെ നൈൽ പോളിഷ്, ഒരു കുഞ്ഞു ബോക്സ് നിറയെ ലേഡീസിന്റെ നൈൽസ് വെട്ടി വെച്ചിരിക്കുകയാണ്. ഈ ഒരു കാഴ്ച കണ്ട് അലീസ എന്ത് ചെയ്യണമെന്നറിയാതെ ഞെട്ടി നിൽക്കുക. ഈ നേരത്താണ് കൂട്ടുകാരി ആ വീട്ടിലേക്ക് വരുന്നത്. അന്നൊരിക്കലെ താൻ മാസ്ക് വെച്ച ഒരാളെ ഈ വീടിനകത്ത് കണ്ടിരുന്നു എന്ന് അലീസ പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, ആ വീടിനകത്തുണ്ടായിരുന്ന ഫോട്ടോസിന്റെ പിറകിലായി കളർ ചെയ്ത് ഡിസൈൻസ് ഒക്കെ വരച്ചിരുന്നു. ഇപ്പോ ആ ഡിസൈൻസും ആ ബോക്സിലുണ്ടായിരുന്ന നൈൽ പോളിഷും വെച്ച് നോക്കുമ്പോ അതെല്ലാം തന്നെ സെയിം കളറാണ്. ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ, പക്ഷെ ഇതൊരു സാധാ നൈൽ പോളിഷ് അല്ലേ? അതെന്തിനാ ഒരു പെട്ടിയിലാക്കി ആരും കാണാതെ ഒരു ഇരുട്ടുമുറിയിൽ കൊണ്ട് പൂട്ടി വെക്കുന്നത്? ഈ സമയം അലീസയ്ക്ക് ആ വീടിനുള്ളിൽ നിന്ന് ആ പ്രേതത്തിന്റെ ശബ്ദം കേൾക്കാം. അത് സ്റ്റെഫനിക്ക് കേൾക്കാൻ വയ്യ. എന്നാലും ആ ശബ്ദം കേൾക്കുന്നത് എവിടെ നിന്നാണെന്ന് അലീസയെ കൊണ്ട് കണ്ടുപിടിക്കാൻ വയ്യ. അവരുടനെ തന്നെ ആ എലിക്കുഞ്ഞിനെ തുറന്നു വിട്ടു. ആ എലിക്കുഞ്ഞങ്ങനെ ശബ്ദം കേൾക്കുന്നതിനനുസരിച്ച് പോകുന്നുണ്ട്. അവരും പിന്നാലെ പോകുന്നു. പറഞ്ഞതുപോലെ തന്നെ ആ ഹാംസ്റ്റർ എലീസ ആ മാസ്ക് കണ്ടെത്തിയ ബേസ്മെന്റ് ഇല്ലേ, അങ്ങോട്ട് പോയി. ആ ബേസ്മെന്റിലേക്ക്
ബേസ്മെന്റിലേക്കുള്ള ഡോറിന് തൊട്ടടുത്തുള്ള ചുമരിൽ നിന്നാണ് ആ ശബ്ദങ്ങൾ കേൾക്കുന്നത്, അല്ലാതെ ബേസ്മെന്റിനകത്തു നിന്നല്ല. ഉടനെ തന്നെ ചുറ്റികയെടുത്ത് ആ ചുമരൊക്കെ അവരെ തല്ലി തകർക്കുന്നുണ്ട്. ആ ചുമരിന് മുകളില് മറ്റൊരു സീക്രട്ട് ഡോർ ഉണ്ട്, ഒരു രഹസ്യ അറയുണ്ട്. ഇനി ഒരു പക്ഷേ മുത്തശ്ശൻ ഇതിനകത്തായിരിക്കോ കുഴി തോണ്ടിക്കൊണ്ടിരുന്നത്? അതിന് സ്റ്റെഫനി പറയും, ഒരിക്കലുമില്ല, ഇവിടെ ആയിരിക്കില്ല, ഇവിടെ മുഴുവൻ പാറയാണ്, ഒരു ഇഞ്ച് പോലും കുഴിയെടുക്കാൻ പറ്റത്തില്ല. അപ്പോഴും അവൾക്ക് ആ വോയിസ് കേൾക്കാം. അവൾ ആ രഹസ്യ അറയ്ക്കകത്തെ ചുമര് തൊട്ടു നോക്കുമ്പോ ആ ചുമര് അത് ഈ അടുത്തായിട്ട് കെട്ടിയതാണ്. അതിനകത്തേക്ക് പൈപ്പ് ലൈൻ ഒക്കെ പോകുന്നുണ്ട്. അവർ ആ ചുമര് തകർക്കാനായിട്ട് എന്തെങ്കിലും ആയുധം കിട്ടുമെന്നറിയാൻ സ്റ്റോറേജിലേക്ക് ചെല്ലുമ്പോ ആ സ്റ്റോറേജിനകത്തും കുറച്ച് കട്ടകൾ ഇരിക്കുന്നുണ്ടാവും. ഈ ഒരു സമയത്താണ് അലീസ ആ ഞെട്ടിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞ മുത്തശ്ശൻ കുഴിയെടുത്ത് എന്തോ തെരഞ്ഞോണ്ടിരിക്കുകയായിരുന്നില്ല, മുത്തശ്ശൻ ആ രഹസ്യ അറയ്ക്കകത്ത് എന്തോ മറച്ചു വെക്കുകയായിരുന്നു. ഈ സമയം എലീസയുടെ ആ വീടിനകത്ത് അവരറിയാതെ തന്നെ മാസ്ക് വെച്ചൊരു മനുഷ്യൻ തുരങ്കം വഴി ആ വീടിനകത്തേക്ക് കയറുന്നുണ്ട്. അവരെ പോലീസിനെ വിളിക്കാതിരിക്കാൻ വീടിനകത്ത് ജാമർ സെറ്റ് ചെയ്യുന്നുണ്ട്. വീടിനകത്ത് അങ്ങനെ ഒരു കില്ലർ ഉണ്ടെന്നറിയാതെ അവര് രണ്ടുപേരും ചേർന്ന് ബേസ്മെന്റിലെ ആ ചുമര് തകർത്തോണ്ടിരിക്കുക. മാക്സ് മുത്തശ്ശൻ ആ ബേസ്മെന്റ് മുഴുവനും ചുമര് കെട്ടി മറച്ചിരിക്കുകയാണ്. അവർ ആ ചുമര് തകർത്ത് അകത്തേക്ക് കയറി നോക്കുമ്പോ അതിനകത്ത് ഒരു കറുത്ത പ്ലാസ്റ്റിക് കവർ കാണാം. അതിനകത്ത് എന്താണെന്നറിയാൻ എലീസ ആ കവർ തുറന്നു നോക്കി. അതിനകത്ത് ഒരു പൂച്ചയെ കൊന്ന് പൊതിഞ്ഞു വെച്ചിരിക്കുക. രണ്ടുപേരും അത് കണ്ട് ഷോക്കായി. ഒരു പൂച്ചയെ മറവ് ചെയ്യാനാണോ ഇത്രയും സീക്രട്ട് ആയിട്ട് ചുമരൊക്കെ കെട്ടിയിരിക്കുന്നത്? ഒരിക്കലും അല്ല. അലീസ താഴെ മണ്ണ് മാന്തി നോക്കുമ്പോ ആ മണ്ണിലെ ഒരു വെളുത്ത തുണി കാണാം. അവൾ ആ തുണി മാറ്റി നോക്കുമ്പോഴോ മണ്ണിനടിയിലെ കുറച്ചധികം തന്നെ പ്ലാസ്റ്റിക് കവറുകൾ കാണാം. അതെല്ലാം തന്നെ ചത്ത പൂച്ചകളാണോ? ഇത്രയധികം പൂച്ചകളെ കൊല്ലാൻ മുത്തശ്ശൻ എന്താ ഭ്രാന്താണോന്നും പറഞ്ഞ് അവൾ ആ കവർ തുറന്നു നോക്കുമ്പോ അതിനകത്ത് പൂച്ചയല്ല, ഒരു സ്ത്രീയുടെ തലയാണ്. അവള് കാണുന്ന ആ പ്രേതത്തിന്റെ തലയാണ്. ബാക്കിയുള്ള കവറിലൊക്കെ ആ സ്ത്രീയുടെ ശരീരഭാഗങ്ങളാണ്. ഇത് കണ്ട് കിളി പോയ സ്റ്റെഫനി ഉടനെ തന്നെ പോലീസിനെ വിളിക്കാൻ നോക്കും. പക്ഷേ കോള് പോയില്ല. അലീസിയും ഫോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, കോള് കണക്ട് ആവുന്നില്ല. എങ്ങനെയെങ്കിലും പുറത്തേക്കൊന്ന് കടന്നാ മതിയെന്ന് പറഞ്ഞ് അവള് ചുമര് വഴി പുറത്തേക്ക് കടക്കാൻ നോക്കുമ്പോ പെട്ടെന്ന് ആ പ്രേതം അലീസിയെ പിടികൂടും. അവൾക്കിപ്പോ പല വിഷ്വൽസും കാണാം. ആ ലേഡി എങ്ങനെ മരിച്ചു, എന്താണ് അവർക്ക് സംഭവിച്ചത്, അതെല്ലാം തന്നെ വ്യക്തമായിട്ട് കാണാം. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഈ മരണപ്പെട്ട ലേഡി തന്റെ വീടിനകത്തേക്ക് രണ്ട് സൈക്കോപാത്തുകള് കയറിയതറിയാതെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ആ മുറിയുടെ ഡോറിന് താഴെ പൈപ്പ് വഴി മയങ്ങാനുള്ള ഗ്യാസ് തുറന്നു വിടുന്നുണ്ട്. അങ്ങനെ പതിയെ ആ സ്ത്രീയുടെ ബോധം നഷ്ടപ്പെടുന്നു. മാസ്ക് വെച്ച രണ്ട് സൈക്കോപാത്ത് ആ ലേഡിയെ ഫിസിക്കലി ഒത്തിരി ഉപദ്രവിക്കുന്നുണ്ട്. ആ രണ്ട് ഭ്രാന്തന്മാരും ചേർന്ന് ആ ലേഡിയുടെ ശരീരത്തിലെ ബ്ലഡ് മുഴുവനും ഊറ്റിയെടുക്കുന്നുണ്ട്. തുടർന്ന് ആ ലേഡിയുടെ ഡെഡ് ബോഡി ഓരോരോ പ്ലാസ്റ്റിക് കവറിലാക്കി. അവൾ ഈ കാഴ്ച കണ്ട് ഞെട്ടി കണ്ണു തുറന്നു നോക്കുമ്പോ താഴെ സ്റ്റെഫനി ബോധം കെട്ട് കിടക്കുന്നു. ആ ലോണ്ടറി മുറിക്കകത്തേക്ക് ആ മാസ്ക് വെച്ച സൈക്കോ കില്ലർ അവരെ ബോധം കെടുത്താനായിട്ട് ഗ്യാസ് തുറന്നു വിടുന്നുണ്ട്. പാതി മയക്കത്തില് അലീസയ്ക്കാണെങ്കിൽ ആ ഡോർ ലോക്ക് ചെയ്യാനും പറ്റുന്നില്ല. അങ്ങനെ തന്നെ അലീസയുടെ ബോധം നഷ്ടപ്പെടുന്നു. പിന്നീട് അലീസയ്ക്ക് ചെറുതായിട്ട് ബോധം വരുമ്പോ ആ സൈക്കോപാത്ത് അവളെ ഒരു ടണലിനകത്തേക്ക് വലിച്ചോണ്ട് പോവുക. ഈ സമയം ആ പ്രേതം എലീസയെ എണീപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവളോട് എന്തോ പറയാൻ ശ്രമിക്കുക. ഇപ്പോ അവൾക്ക് പല വിഷൻസും വ്യക്തമായിട്ട് കാണാം. ബാത്ടബിനകത്ത് ആ ലേഡിയുടെ ഡെഡ് ബോഡി, ആ രണ്ട് സീരിയൽ കില്ലേഴ്സ് അത് പല പല കവറിലാക്കുന്നു. ഈ സമയം ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് എലീസ കാണുന്നത്. ആ ലേഡിയെ കൊലപ്പെടുത്തിയ സൈക്കോ കില്ലർ അത് മറ്റാരുമല്ല, അത് മുത്തശ്ശൻ തന്നെയാണ്. പക്ഷേ കൂടെയുള്ളത് അത് ആരാണെന്ന് വ്യക്തമല്ല. അടുത്ത സീനില് അലീസ കണ്ണു തുറന്നു നോക്കുമ്പോ ആ മുഖം മൂടിക്കാരൻ അവരെ രണ്ടുപേരെയും ചേർന്ന് കെട്ടിവെച്ചിരിക്കുകയാണ്. സ്റ്റെഫനിയുടെ ബ്ലഡ് ഊറ്റിക്കൊണ്ടിരിക്കുക. ആ മുഖം മൂടിക്കാരന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ അലീസയ്ക്ക് ഒരു കാര്യം ഉറപ്പായി. അതവരുടെ അയൽക്കാരനായ ഡേവിഡാണ്. മാക്സ് മുത്തശ്ശനും ഡേവിഡും കൂട്ടുകാരായിരുന്നല്ലോ. ഇത്രയും നാളും നിങ്ങൾ ഈ മാസ്കിന് പിന്നിൽ മറഞ്ഞിരിക്കുകയായിരുന്നു അല്ലേ? അതിനെ ഡേവിഡ് പറയും, അല്ല, ഈ മാസ്ക് ആണ് എന്റെ റിയൽ ഫേസ്. ആളുകളെ കൊല്ലുക, അവരെ ഉപദ്രവിക്കുക, ഇതാണ് ഞാൻ. അല്ലാതെ നടക്കാൻ വയ്യാതെ കഷ്ടപ്പെടുന്ന ഒരു വൃദ്ധനല്ല. പിന്നെ മറ്റൊരു കാര്യം കൂടി ഡേവിഡ് പറയുന്നുണ്ട്. ഡേവിഡും മാക്സ് മുത്തശ്ശനും കസിൻ ബ്രദേഴ്സ് ആണ്. അവര് രണ്ടുപേരും ഈ കുന്നിന് മുകളില് ഇങ്ങനൊരു വീട് വാങ്ങിച്ചത് തന്നെ ആളുകളെ കൊലപ്പെടുത്തി ബേസ്മെന്റിനകത്ത് മറവ് ചെയ്യാനാണ്. ഇക്കാര്യം പുറത്തറിയരുത് എന്ന് കരുതിയാണ് മുത്തശ്ശൻ മക്കളെയും കൊച്ചുമക്കളെയും ഈ വീട്ടിലേക്ക് കൊണ്ടുവരാതിരുന്നത്. മുത്തശ്ശനെ പുറത്തുനിന്ന് നോക്കുമ്പോ പ്രായമായ ഒരാള് തനിച്ച് താമസിക്കുന്നു, കൊച്ചുമകളെ സ്നേഹിക്കുന്നു, അവളെ പഠിപ്പിക്കുന്നു, അവളെ കാണാനായിട്ട് സിറ്റിയിലേക്ക് പോകുന്നു. നീ കാരണമാണ് മാക്സ് ഇതെല്ലാം തന്നെ സ്റ്റോപ്പ് ചെയ്തത്. ഈ കഥയൊക്കെ പറഞ്ഞ ഡേവിഡ് എലീസയുടെ മുഖത്ത് ആ മാസ്ക് വെച്ച് അവളെ ബോധം കെടുത്താൻ ശ്രമിക്കുക. എന്നിട്ട് എലീസയുടെ ബ്ലഡ് ഊറ്റിയെടുക്കാനായിട്ട് ഒരു പാത്രം എടുക്കാൻ മുകളിലേക്ക് കയറിപ്പോയി. അടുത്ത നിമിഷം തന്നെ എലീസ കയ്യിലെ കെട്ടഴിക്കാൻ ശ്രമിക്കുക. താഴേക്ക് മറിഞ്ഞു വീണ് ഒരു വിധത്തിലെ താഴെ കിടന്നിരുന്ന ഒരു മരക്കട്ടർ എടുത്തു. എന്നാ കയ്യിലെ കെട്ടഴിക്കുന്നതിന് മുന്നേ ഡേവിഡ് താഴെ എത്തി. ഇതിങ്ങനെയല്ല അവസാനിക്കുക, നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല, ഞാനും മാക്സും ഇതിങ്ങനെയല്ല അവസാനിപ്പിക്കുക.
ഇതും പറഞ്ഞ സൈക്കോപാത്ത് സ്റ്റെഫനിയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. അത് കണ്ടിരിക്കാൻ കഴിയാതെ എലീസ ഡേവിഡിനെ കണ്ടതൊക്കെ വിളിച്ച് പറയുന്നുണ്ട്, അവളെ വിട്ടേക്ക്, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിലേ എന്നെ ആദ്യം കൊല്ല്. ഇതേ സമയം വീടിന്റെ ഡോറിലാരോ പടപടയെന്ന് തട്ടാൻ തുടങ്ങി. അത് മറ്റാരല്ല, ബോയ് ഫ്രണ്ട് ബ്രാൻഡനാണ്. അവരിപ്പോ ഉള്ളത് ഡേവിഡിന്റെ വീടിന്റെ ബേസ്മെന്റിലാണ്. എലീസയ്ക്ക് ആ സ്പീക്കറിൽ ബ്രാൻഡന്റെ ശബ്ദം കേൾക്കാം. ബ്രാൻഡൻ അങ്ങനെ ആ ഡോറിൽ തട്ടുന്നുണ്ട്. അലീസ അലീസ എന്ന് പറഞ്ഞ് ബഹളം വെക്കുക. അവള് ലോക്ക് മാറ്റിയതുകൊണ്ട് തന്നെ അവൻ അകത്തേക്ക് കയറാൻ വയ്യ. ബ്രാൻഡൻ എലീസയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുമ്പോ ഇപ്പോ ആ ഫോൺ റിങ് ചെയ്യുന്നത് വീടിനകത്തു നിന്നാണ്. അവൻ പെട്ടെന്ന് തന്നെ ഗ്ലാസ് ഒക്കെ തകർത്ത് വീടിനകത്തേക്ക് കയറി. ആ ശബ്ദങ്ങൾ കേട്ട ഉടനെ തന്നെ ഡേവിഡ് ഓടിപ്പടഞ്ഞ് വെപ്രാളപ്പെട്ട് അലീസയുടെ വീടിനകത്തെത്തി. എന്നിട്ട് തീരെ നടക്കാൻ വയ്യാത്തതുപോലെ ആക്ട് ചെയ്യാണ്. ഡേവിഡിനെ കണ്ട് ബ്രാൻഡൻ ആകെ ഷോക്കായി. അല്ല, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാ? അലീസ എവിടെ? അത് കേൾക്കുമ്പോ ഡേവിഡ് പറയും, എനിക്കറിയില്ല, ഞാൻ ഈ വീട്ടിൽ നിന്ന് എന്തൊക്കെയോ ബഹളം കേട്ടു. 2 ദിവസമായിട്ട് ഞാൻ എലീസയെ കണ്ടിട്ടില്ല. ഈ സമയം ബ്രാൻഡന്റെ ശ്രദ്ധയൊന്ന് മാറിയ സമയത്ത് ആ വാക്കിംഗ് സ്റ്റിക്കിലെ ബ്ലേഡ് വെച്ച് ബോയ് ഫ്രണ്ടിനെ ആക്രമിക്കുകയാണ്. ആ സ്പോട്ടിൽ തന്നെ ബ്രാൻഡൻ അവിടെ മരിച്ചു വീണു. ഈ ബഹളം കേട്ട് എലീസ താഴെ ബേസ്മെന്റില് അനങ്ങാൻ വയ്യാതിരിക്കുക. അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒച്ച വെച്ച് കരയാൻ പോലും വയ്യ. അലീസ കയ്യിലെ കെട്ടഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ ദേഷ്യത്തിലും സങ്കടത്തിലും അവൾ എങ്ങനെയൊക്കെയോ ആ കസേര ബ്രേക്ക് ചെയ്ത് കയ്യിലെ കെട്ടഴിച്ചു മാറ്റി. എന്നിട്ട് കെട്ടിവെച്ചിരുന്ന കയറ് അതുപോലെ തന്നെ ചുറ്റിവെച്ച് ബോധമില്ലാത്തതുപോലെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും ആ തുരങ്കത്തിനുള്ളിലൂടെ ഡേവിഡ് ബേസ്മെന്റിലെത്തി. ഇതിനെല്ലാം കാരണം നീയാണ്, എല്ലാം നശിപ്പിച്ചു, നിന്നെ ഞാൻ കൊല്ലുന്നും പറഞ്ഞ് ഡേവിഡ് എലീസയുടെ അടുത്തേക്ക് ചെന്നു. അപ്പൊ തന്നെ എലീസ കയ്യിലുണ്ടായിരുന്ന ഗ്ലാസ് എടുത്ത് ഡേവിഡിനെ ആക്രമിക്കുക. അവൾ ആ മാസ്കിന്റെ ട്യൂബ് വെച്ച് ഡേവിഡിന്റെ കഴുത്ത് ഞെരിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം ഡേവിഡ് എന്ന സീരിയൽ കില്ലർ അവിടെ മരിച്ചു വീഴാണ്. ഇപ്പോ എലീസയ്ക്ക് ബേസ്മെന്റിന്റെ ഒരു മൂലയ്ക്ക് ആ ലേഡിയുടെ പ്രേതത്തെ കാണാം. ആ പ്രേതം അങ്ങനെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. പിന്നീട് എലീസയാണെങ്കില് മുത്തശ്ശന്റെ ആ വീട് വിറ്റ പണം അതാ കൊല്ലപ്പെട്ട ലേഡിയുടെ ഫാമിലിക്ക് കൊടുക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. മുത്തശ്ശനും ഡേവിഡും ചേർന്ന് എത്ര പേരെ കൊന്നറിയില്ല. അങ്ങനെ കടൽക്കരയിലിരിക്കുന്ന ആ 2 കൂട്ടുകാരികളെ കാണിച്ചുകൊണ്ടാണ് എക്കോസ് ഓഫ് ഫിയർ എന്ന ഈ ഒരു അമേരിക്കൻ ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോ ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലേ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്